ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണ്. എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചോദിക്കുന്നത് DHS ഇൻ്റർവ്യൂ കാണുമോ എന്നാണ്. അപ്പോൾ DHS ഇൻ്റർവ്യൂ എന്തായാലും ഉണ്ടായിരിക്കും. പണ്ട് നാളുകളിൽ ഇത് ഉണ്ടായിരുന്നതാണ്. പിന്നീട് നമ്മൾ എക്സാം മാർക്ക് വെച്ചിട്ട്, നമ്മളെ റൈറ്റിംഗ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സെലക്ട് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ പഴയ ഒരു രീതി പിന്നെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ചിലയിടത്തൊക്കെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഇട്ടു തുടങ്ങി. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തും ഉടനെ തന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇൻ്റർവ്യൂവിന് പഠിക്കുക. ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും നന്നായിട്ട് തന്നെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. കാരണം താഴോട്ടുള്ള മാർക്ക് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് നല്ലൊരു അവസരമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്ത് നമ്മുടെ റാങ്കിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായല്ലേ നമ്മൾ കണ്ടിട്ട്, ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾക്ക് ആൻസർ തരണം. ഒരുപാട് പേര് നമ്മുടെ DHS എക്സാം ഇൻ്റർവ്യൂസിനെ കുറിച്ചിട്ട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാരണങ്ങളാൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ DHS ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ DHS ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ DHS ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴിയേ പറയാം. സോ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ കുറച്ച് അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫ്രണ്ടിലാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്നും ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഗുഡ് മാനേഴ്സ് കീപ്പ് ചെയ്യണം. വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, ഗുഡ് മാനേഴ്സ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ചില ഇൻ്റർവ്യൂസിന് ഫസ്റ്റ് അപ്പിയറൻസിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സോ അപ്പിയറൻസ്, നമ്മൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും നമ്മുടെ അപ്പിയറൻസ് ഗുഡായിരിക്കണം. ആൻഡ് നമ്മുടെ ആദ്യത്തെ മാനേഴ്സ് അവരെ എപ്പോഴും കയ്യിലെടുക്കാൻ കഴിയുന്നതായിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു മാനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്തായാലും ഒരു റൂമിനകത്തായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കയറുന്നതിന് മുന്നേ എക്സ്ക്യൂസ് മീ ചോദിക്കണം. എന്നിട്ട് കയറി കഴിഞ്ഞിട്ട് അവർ ഇരിക്കാൻ പറഞ്ഞാൽ മാത്രം ഇരിക്കണം. അവരെ വിഷ് ചെയ്യണം. ഒരുപാട് പേര് കാണും, ഒരു ഇൻ്റർവ്യൂ പോലുള്ള 5-6 പേര് കാണും. അപ്പോൾ എല്ലാവരെയും നോക്കി നമ്മൾ എന്ത് ചെയ്യണം? വിഷ് ചെയ്യണം, അപ്രോപ്രിയേറ്റ് വിഷ് ചെയ്യണം. ഓക്കെ, ഇരുന്ന ഉടനെ അവരാദ്യം ചിലപ്പോൾ പേര് ചോദിച്ചെന്ന് വരാം, അല്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നമ്മളങ്ങനെ ഇയാളാണോ എന്ന് ചോദിക്കും. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, നല്ല ഷോർട്ടായിട്ട് ഇമ്പ്രസീവ് ആയിട്ടുള്ള തരത്തിൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കുക. നമ്മുടെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും നമ്മൾ വിക്കി ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം നമ്മൾ പറയാൻ നോക്കുക. അപ്പോൾ ഇംഗ്ലീഷൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അവർക്കൊരു ഇമ്പ്രസീവ് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കാൻ നോക്കുക കേട്ടോ. അതൊന്നും തെറ്റാണ്ട് നല്ല സ്പീഡിന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. അതുകൂടാണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് മെയിനായിട്ടും നമ്മൾ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും. കാരണം നഴ്സസ്മാരാണല്ലോ. അപ്പം നഴ്സുമാരാകുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കത്തില്ല, എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർ ഈ എക്സാം ട്രൈ ചെയ്ത് വന്നവരായിരിക്കും. അപ്പം നമ്മൾ മുൻപത്തെ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ വേണം പറയാൻ. ഇപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ നിങ്ങൾക്കത് പറയാം. ICU സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്നവർ കാണും, മെഡിക്കൽ വാർഡ്, സർജിക്കൽ വാർഡ്. അപ്പോൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് പറയുമ്പം നമുക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ വേണം അവരടുത്ത് ഷെയർ ചെയ്യാൻ. കാരണം പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ പ്രീ പ്ലാൻഡ് അല്ല. എല്ലാം ഈ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ വർഷങ്ങളായി മെഡിക്കൽ വാർഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിക്കും മെഡിക്കൽ എമർജൻസീസ് എന്തൊക്കെയാണ്, മെയിനായിട്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അല്ലേ, MI CAD അങ്ങനെയുള്ള മാനേജ്മെൻറ്റ്, അതിൻ്റെ ടാബ്ലറ്റ്സ്, അതിനെ പറ്റിയായിരിക്കും അവർ ചോദിക്കുക. പിന്നെ ICU സെറ്റപ്പിൽ വർക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ICU ആയിട്ടുള്ള എമർജൻസീസിനെ കുറിച്ചായിരിക്കും ചോദിക്കുക. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അവർ ചോദിച്ചാൽ ആൻസർ പറയാൻ കംഫർട്ട്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാമെന്നുള്ള ഏരിയ, അത് വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് പറയാൻ. ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ കാണും, നിങ്ങൾ ഒരുപാട് നാൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വയസ്സായിട്ട് നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ. പിന്നെ എല്ലാ ഇൻ്റർവ്യൂസിലും അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടത് സെലക്ട് ചെയ്തു, ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു. നമ്മളിപ്പോൾ MLSP ഇൻ്റർവ്യൂവിനൊക്കെ പോയി പറയാം, അവർ ചോദിച്ചൊരു മെയിൻ ക്വസ്റ്റ്യൻ, വൈ യു ചൂസ് MLSP. അപ്പോൾ ഇത് സ്റ്റാഫ് നഴ്സ് ഒരു കോമൺ എക്സാമാണ്, അറിയാം. എന്നാലും എന്തുകൊണ്ട് ഇതിലേക്ക് DHS ഫീൽഡിലേക്ക് വന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂളും, അപ്പോൾ എന്തുകൊണ്ടാണ്, അതിനൊരു ഇംപ്രസീവായിട്ടുള്ള ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. CHSE PHSCയുടെ പോപ്പുലേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ വാക്സിനേഷൻ ഷെഡ്യൂൾ പഠിക്കുക. അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നമുക്ക് അവിടെ ഇരിക്കുന്നത് ഏതൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തികളാണോ ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് നമുക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് അധികം പഠിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കണം. കാരണം നമ്മൾക്ക് എക്സാമിന് ആലോചിച്ചൊക്കെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്സാമിന് സ്കോർ ചെയ്തവർ ചിലപ്പോൾ പിന്നിലേക്ക് പോകാം, എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റാത്തവർക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് വരാം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാൻസ് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. ചിലപ്പോൾ കുറച്ച് നമുക്ക് ചിലർ എഴുതുന്നതിൽ നല്ല മിടുക്കരായിരിക്കും, ചിലർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യൽ മിടുക്കന്മാരായിരിക്കും, മിടുക്കികളായിരിക്കും. സോ അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊക്കെ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. ഒരു പേടിയോ ഭയമോ ഒന്നും കാണിക്കരുത് അവരുടെ മുന്നിൽ, നല്ല ബോൾഡായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അങ്ങനെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് നെർവസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ആ ടൈമിൽ നമുക്ക് ഓർമ്മ വരത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ബ്ലാങ്കായി പോകും. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സർജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, മെഡിക്കൽ, ന്യൂറോളജി, ICU, അങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ക്വസ്റ്റ്യൻ സീരീസ് ഇട്ടപ്പോഴത്തേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സീരീസ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ എളുപ്പമായിരുന്നു, കണ്ട് പഠിക്കാനൊക്കെ നല്ലൊരു എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ എക്സാം സീരീസ് പോലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മുടെ റാങ്കിനെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യണം, നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ മുതൽ നമ്മൾ കറക്റ്റായിട്ട് ഇൻ്റർവ്യൂ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 25 ക്വസ്റ്റ്യൻസ് വെച്ച് വരുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ കാണുക, അത് കണ്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ സീ യു അഗെയിൻ.